ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ PYQ സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. LGS ലെവൽ എക്സാമിലെ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 12%. ഇതിൽ PSC ഫൈനൽ ആൻസർ കീ 12% എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ചണം ഉൽപ്പാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം ഇന്ത്യ. ചണം ഉൽപ്പാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ചണം ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്ത് ബംഗ്ലാദേശും 2ാം സ്ഥാനം ഇന്ത്യയുമാണ്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏതാണ്? സ്വരാജ് ട്രോഫി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 4 ആണ് ശരിയായിട്ടുള്ളത്. എന്തൊക്കെയാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948 MN റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. 2, 3 എന്തുകൊണ്ടാണ് തെറ്റിയത്? ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ജവഹർലാൽ നെഹ്റു അല്ല, M വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്? M വിശ്വേശ്വരയ്യ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 മാർച്ച് 15 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത്? 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. 5ാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 7ാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 90 കാലയളവിൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. 4ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. എന്താണ്? 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 കാലയളവിൽ തന്നെയാണ്. എന്തായിരുന്നു ലക്ഷ്യം? സുസ്ഥിര വികസനമായിരുന്നു ലക്ഷ്യം. ഓക്കെ, അടുത്തത് ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഇസ്രായേൽ. അടുത്തത് പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? ഇംഗ്ലണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്താണ്? ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ. ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1993 ഒക്ടോബർ 12 1993 ഒക്ടോബർ 12. ആരുടെ നോവലാണ് വല്ലി? ആരുടെ നോവലാണ് വല്ലി? ഷീല ടോമി. ഷീല ടോമി. അടുത്തത് 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊന്നുമല്ല എന്ന് ആൻസർ വരിക, ഈ കൂട്ടത്തിലില്ല. ആൻസർ എന്താണ് ശരിക്ക്? മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് വിജയിയായിട്ടുള്ളത്. ഇപ്പോൾ 2024 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയും കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ആ വിന്നേഴ്സൊക്കെ ഒന്ന് നോക്കാം. 68ാമത് 2022 നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. 69ാമത് 2023 നെഹ്റു ട്രോഫി വള്ളംകളി വിജയി വീയപുരം ചുണ്ടൻ. വീയപുരത്തിൻ്റെ ഫസ്റ്റ് കിരീടമാണ് 2023 ലഭിച്ചത്. 70ാമത് 2024 നെഹ്റു ട്രോഫി വിജയി ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണ്. കാരിച്ചാൽ ചുണ്ടൻ. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. അടുത്തത് ശരിയായത് കണ്ടെത്താനാണ്. ജിമ്മി ജോർജ് വോളിബോൾ താരമാണ്. ജിമ്മി ജോർജ് വോളിബോൾ താരം. പീജ ശ്രീധരൻ നീന്തൽ താരമല്ല, ദീർഘദൂര ഓട്ടക്കാരിയാണ്. ഓക്കെ, 2010 ഏഷ്യൻ ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗോൾഡ് മെഡലും 5,000 മീറ്റർ ഓട്ടത്തിൽ സിൽവർ മെഡലും കിട്ടിയിട്ടുള്ള ആളാണ്. ഓക്കെ, പീജ ശ്രീധരൻ ദീർഘദൂര ഓട്ടക്കാരിയാണ്. ബോബി അലോഷ്യസ് ഹൈ ജമ്പ് താരമാണ്. ചിത്ര കെ സോമൻ അത്ലറ്റാണ്. ചിത്ര കെ സോമൻ അത്ലറ്റാണ്. 1, 3, 4 ശരിയാണ്. കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത്? മാങ്ങ. ഓപ്ഷൻ ബി മാങ്ങയാണ്. ആപ്പിൾ, കശുമാങ്ങ, സഫർജലൊക്കെ കപടഫലങ്ങളിൽ പെടുന്നതാണ്. എന്താണ് കപടഫലങ്ങൾ?
സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പൂവിൻ്റെ ഞെട്ട്, പുഷ്പാസനം അതായത് തലാമസ് തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാവുന്നതാണെന്ത്? കപടഫലങ്ങൾ. അതായത് സസ്യങ്ങളുടെ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ എന്താണ്? ഫലം പോലെയാവുന്നു. ഇതാണ് കപടഫലങ്ങൾ എന്നറിയപ്പെടുന്നത്. കശുമാങ്ങ, ആപ്പിൾ, സഫർജല്ലൊക്കെ ഇതിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം ഏതാണ്? ഓപ്ഷൻ എ മാംസബുക്ക്. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം ഏതാണ്? മാംസബുക്ക്. ഭക്ഷണത്തിലൂടെയല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി. അല്ലേ, സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുന്നതാണ് ജീവകം ഡി. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? ചർവണകം. ചർവണകമാണ്. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണ്? വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഇരവികുളം. താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏതാണ്? ടോക്കോഫെറോൾ ആണ്. ഏതാണ് ടോക്കോഫെറോൾ? വൈറ്റമിൻ ഇ ആണ് ടോക്കോഫെറോൾ. തയാമിൻ വൈറ്റമിൻ B1 ആണ്. വൈറ്റമിൻ B3 ആണ് നിയാസിൻ വൈറ്റമിൻ B3. റൈബോഫ്ലാവിൻ വൈറ്റമിൻ B2 ആണ് റൈബോഫ്ലാവിൻ. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? മണ്ണിൻ്റെ ജൈവാംശം പരിശോധിക്കുന്നതിന്. ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? വെളുപ്പ്. ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം വെളുപ്പായിരിക്കും. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? ഏതിനാണ്? pH 5 ഉള്ളതിനാണ് കുമ്മായം ചേർക്കേണ്ടത്. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? സമതല ദർപ്പണത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. വസ്തുവിൻ്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്. അത് ശരിയാണ്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും. അതും ശരിയാണ്. പ്രതിബിംബം നിവർന്നതും യഥാർത്ഥവുമായിരിക്കും. അത് തെറ്റാണ്. പ്രതിബിംബം എങ്ങനെയായിരിക്കും? മിഥ്യയും നിവർന്നതുമായിരിക്കും. സമതല ദർപ്പണത്തിലെ പ്രതിബിംബം നിവർന്നതും മിഥ്യയുമായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. അത് ശരിയാണല്ലേ. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ഊഞ്ഞാലിൻ്റെ ചലനമൊക്കെ എക്സാമ്പിളാണ്. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. അല്ലേ, ഭൂമി സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഭ്രമണം. ഓക്കെ, അടുത്തത് വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം. അത് തെറ്റാണ്. നേർരേഖാ ചലനം നമുക്ക് വാക്കിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ. നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം. വൃത്താകാര പാതയിലൂടെയുള്ള ചലനം ഏതാണ്? വർത്തുള ചലനമാണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. 2021 ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആരാണ്? വാലി ഫങ്ക്. ഗാനിമീഡിൻ്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമീഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഗാനിമീഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? വ്യാഴം. ഡെങ്കിപ്പനി പരത്തുന്ന ഏതുതരം കൊതുകാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകാണ്? പെൺ ഈഡിസ് ആണ് ഡെങ്കിപ്പനി പരത്തുന്നത്. അടുത്തത് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. DPT വാക്സിനാണ്. ഡോട്ട്സ് എന്താണ്? ക്ഷയരോഗത്തിൻ്റെ ചികിത്സയാണ് അല്ലേ ഡോട്ട്സ്. അടുത്തത് അഡ്രിനാലിൻ ഒരു ഹോർമോണാണ് അല്ലേ, അതും കറക്റ്റാണ്. ഓപ്ഷൻ സി AB രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, AB രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവാണോ? അല്ല, സാർവത്രിക സ്വീകർത്താവാണ് AB രക്തഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് ഏത് രക്തഗ്രൂപ്പാണ്? O ഗ്രൂപ്പാണ്. സാർവത്രിക ദാതാവ് O രക്തഗ്രൂപ്പാണ്.
അടുത്തത് മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാവുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാവുന്നത് ഏതൊരു പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ രക്തക്കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ്. അടുത്തത് നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? എന്താണ് നാക്കോയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? എയ്ഡ്സ്. നാക്കോയുടെ ആസ്ഥാനം ഡൽഹിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏതാണ്? കോളറ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലജന്യ രോഗം കോളറയാണ്. അടുത്തത്, കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? കോർണിയയാണ്. ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണ്? മുഖക്കുരു ഉണ്ടാക്കുന്നു, വർദ്ധിച്ച ആക്രമണാത്മകത ഉണ്ടാക്കുന്നു, മാനസിക ചാഞ്ചാട്ടം ഉണ്ടാക്കുന്നു. അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാമാണ് വരുന്നത്. ഓക്കെ. അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? അനിയന്ത്രിത കോശ വളർച്ച. ഓപ്ഷൻ ബി അർബുദം. വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഏതു ധാതുവിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നു? വിളർച്ച അഥവാ അനീമിയ ഏത് ധാതുവിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നു? ഇരുമ്പ്. കേരളത്തിൽ സാന്ത്വന പരിചരണ നയം അഥവാ പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷമാണ് നിലവിൽ വന്നത്? 2008. ഓക്കെ. പാലിയേറ്റീവ് കെയർ പോളിസി 2008 നിലവിൽ വന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായതേത്? ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് വൈറ്റമിൻ എയുടെ കുറവാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏത്? ഓപ്ഷൻ ബി മെഡിക്കൽ കോളേജ് ആശുപത്രി. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണനിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ് ശിശുമരണനിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനം? കേരളമാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം എത്രയാണ്? ഓപ്ഷൻ ഡി 18.5 മുതൽ 24.9 kg/m². 18.5 to 24.9 kg/m².